ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചിക്കൻ 65 ഒക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് വേണമെങ്കിൽ അതിലും ചെയ്യാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ലെമൺ ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് കസൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വളരെ കുറഞ്ഞ അളവിൽ മതി. അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. മസാലപ്പൊടികളൊക്കെ കുറവാണോ എന്നൊക്കെ തോന്നും, പക്ഷേ ഈ ഒരു അളവിലേക്ക് ഇത് കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും സമയം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതിയാണ് ചേർക്കുന്നുള്ളൂ. വലിയ കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു 1/2 കിലോ അളവിലേക്ക് ഒരു പകുതി മതി. 1 കിലോ അളവിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അവർ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ, റെഡ് കളർ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കുക. ഈ സമയത്ത് ഞാൻ ഇത്തിരി അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കണം. കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നൊന്നുമില്ല. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേഗം തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലില്ലാത്ത പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. ഇനി എല്ലുള്ള പീസ് ആണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ 2 ബാച്ചായിട്ട് ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിന് ഒരു സോസ് മിക്സ് റെഡി ആക്കി എടുക്കണം. അതിന് വേണ്ടി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, സോയ സോസ്, ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളവും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം വിനാഗിരിയും ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സൈഡിലേക്ക് വെക്കാം. സോസിൻ്റെ ഒക്കെ അളവ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മാത്രം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സോസ് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ തീയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് നോക്കിയിട്ട് കൂടുതലൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതുകൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല ചൂടിൽ അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഐറ്റം റെഡി ആയിട്ടോ. ലാസ്റ്റ് ഇത്തിരി മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതോടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. എന്നിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും പുറത്തൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈഡ് ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് നമ്മളിപ്പോൾ എല്ലില്ലാത്ത പീസിൽ ചെയ്ത് എല്ലുള്ള പീസിൽ ചെയ്യുകയാണെങ്കിലും ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്